ഹായ് എവരി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ SSLC റിസൾട്ട്സ് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് തരാനാണ് എപ്പോഴാണ് നമ്മുടെ റിസൾട്ട്സ് വരുന്നത്, അതുപോലെ റീവാലുവേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ നമ്മൾ എവിടെയാണ് റിസൾട്ട്സ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. സോ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ എക്സ് ആൻഡ് വൈയിലെ 10th സ്റ്റുഡൻസിന് അടിപൊളി റിസൾട്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യാണ് നല്ലൊരു റിസൾട്ട്സ് തന്നെ വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ്സ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് നമ്മുടെ ഏപ്രിൽ തന്നെ വാല്യുവേഷൻ, ഏപ്രിൽ 3 മുതൽ 26 വരെ നമ്മുടെ വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസേഴ്സും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ആ റിസൾട്ട്സ് വരാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിസൾട്ടിന്റെ ഡേറ്റ് പറഞ്ഞത് ഫ്രൈഡേ മെയ് 9, നെക്സ്റ്റ് ഫ്രൈഡേ മെയ് 9-നാണ് നമ്മളുടെ റിസൾട്ട്സ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുമല്ലോ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ്സിൽ നിങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ അടുത്ത അക്കാഡമിക് ഇയർ നമ്മുടെ ജൂൺ 2-ലേക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അടുത്തത് നമ്മൾ ഈ വർഷം നമുക്കൊരു 4 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് നമ്മളുടെ SSLC എക്സാംസ് എഴുതിയിട്ടുണ്ട്. സോ അതിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്സ് ഒക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു പാസ് പെർസെന്റ്, നമ്മുടെ SSLCന്റെ പാസ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ 99.69, അതായത് 99% ആൾക്കാരും പാസ് ആവുന്ന ഒരു ടെസ്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്താണ് പാസ് ആവുക എന്നുള്ള മാത്രമല്ല, നമുക്ക് ആ ഫുൾ A+ എന്നുള്ള സ്കോറിലേക്ക് എത്തുക എന്നുള്ളതും കൂടെ നമ്മളൊരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് നോക്കിയാൽ ഒരു 71,000 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ A+ സ്കോർ ചെയ്യുന്നുണ്ട് ഓരോ വർഷം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 10th കഴിഞ്ഞു, അല്ലെ +1 കഴിഞ്ഞു, +2 കഴിഞ്ഞ് വീണ്ടും കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് എന്താ വീണ്ടും വലിയൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഇതുവരെ 10th വരെയുള്ള ഒരു വലിയൊരു എക്സാം എന്നുള്ളത് നമ്മളുടെ SSLC എക്സാം തന്നെയായിരിക്കും. സോ കഴിഞ്ഞ വർഷത്തെ പാസ് പെർസെൻറ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ വർഷം നല്ല റിസൾട്ട്സുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ കഴിഞ്ഞ വർഷം നമ്മുടെ ഹയസ്റ്റ് പാസ് പെർസെൻറ്റ് വന്നത് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. 99.92% പാസ് ഉണ്ട്. ആൻഡ് ലോവസ്റ്റ് ആണെങ്കിലും സ്റ്റിൽ 99% എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ആയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് A+ വന്നിട്ടുള്ള സ്റ്റേറ്റ് മലപ്പുറം, 4934 സ്റ്റുഡൻസിന് ഫുൾ A+ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് നോക്കാം, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തമ്മിലൊരു മത്സരമാണ്, നമ്മുടെ സ്റ്റുഡൻസ് തമ്മിലൊരു മത്സരമാണ്. സ്റ്റിൽ നമ്മുടെ SSLCക്ക് അടിപൊളി റിസൾട്ട്സ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് റീവാല്യുവേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് മിക്കവാറും ഉണ്ടാവും, നമ്മൾ എഴുതിയത് റീവാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട്സ് കണ്ട പാടെ നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട്സ് വന്നാൽ മെയ് 9 നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് പറയുന്നത്. മെയ് 9 നമ്മുടെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു വീക്ക് 9 to 15 എന്നുള്ള വീക്കിലായിരിക്കും റീവാല്യുവേഷൻ്റെ അപ്ലിക്കേഷന് സമയം ഉണ്ടാവുന്നത്. അത് ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മുടെ ചാനലിൽ മെയ് 9 നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. എവിടെയാണ് റിസൾട്ട്സ് നോക്കേണ്ടത്, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ എക്സാംസിൻ്റെ ഡേറ്റ്സ് ഒക്കെ ഈ മെയ് ലാസ്റ്റിലാണ്, മെയ് 28 to June 6 ആയിരിക്കും അതിൻ്റെ റിസൾട്ട്സ്. അതിൻ്റെ 2 വീക്കിനപ്പുറം നമ്മുടെ റിസൾട്ട്സ് ഒക്കെ വരും. അപ്പോൾ റീവാല്യുവേഷൻ്റെ കാര്യങ്ങൾ ഓർക്കാം, നമ്മുടെ റിസൾട്ട്സ് എപ്പം വരുന്നോ അത് കഴിഞ്ഞ് ഒരു വീക്കിനുള്ളിലുള്ള സമയത്തായിരിക്കും നമ്മൾ റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് തിങ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ആഡ് ചെയ്യാം. നമ്മുടെ എക്സാം റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് parikshabhavan.kerala.gov.in, പിന്നെ results.kite.kerala.gov.in, keralaresults.nic.in, slcexam.kerala.gov.in. അപ്പോൾ ഈ വെബ്സൈറ്റ്സിലൊക്കെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ട്സ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഫോർ നമ്മുടെ SSLC റിസൾട്ട് നിങ്ങൾക്ക് നോക്കാം. മെയ് 9 രാവിലെ തന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മേ ബി അത് വെബ്സൈറ്റ് ക്രാഷ് ആയിരിക്കും, കുറച്ച് നേരം സമയമൊക്കെ എടുക്കും. അങ്ങനെയൊന്നും വറി ചെയ്യേണ്ട, അന്ന് നമ്മുടെ റിസൾട്ട്സ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റുന്നതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാല്യുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ ആരും ടെൻഷൻ അടിക്കരുത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും SSLC ആണ് നിങ്ങളുടെ എന്താ പറയുക എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ടെസ്റ്റുകൾ എഴുതി, നമ്മൾ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തു, പേപ്പർ നമ്മൾ അവിടെ തിരിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, റിസൾട്ട്സ് വരിക, അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള മുന്നോട്ടുള്ള പഠനം കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് 6 to 10 നമ്മുടെ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലസ് നിങ്ങൾ എക്സാംസ് അല്ലെങ്കിൽ ഡെയിലി ക്യൂസസ്, അതുപോലെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വിവരങ്ങൾ, ഒളിമ്പ്യാഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ വിവിധ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ SSLC എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡേറ്റും കാര്യങ്ങളൊന്നും മറക്കണ്ട. മെയ് 9 നമ്മുടെ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.